ജെറമിയ അധ്യായം 29. നെബൂഖദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ നിന്ന് അയച്ച കത്തിൻ്റെ പകർപ്പ്. യെക്കോണിയ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യൂദയായിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറുസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്തയച്ചത്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദക്കിയ അയച്ചവനും ഹിൽക്കിയയുടെ പുത്രനുമായ ഗമറിയായും ഷാഫാൻ്റെ പുത്രൻ എലാസായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത്. കത്തിലെ സന്ദേശം ഇതാണ്: ജെറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കുവിൻ, അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും, കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് നമുക്ക് ബാബിലോണിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും. അവരെ ഞാൻ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും. ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ ബീഭത്സവസ്തുവും ശാപവുമായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച രാജ്യങ്ങളിലെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവജ്ഞയും ജനിപ്പിക്കും. ഇത് എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രവിക്കാതിരുന്നത് കൊണ്ടാണ്, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്ക് കേട്ടില്ല. അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: കോലായായുടെ പുത്രൻ ആഹാബും മാസയായുടെ പുത്രൻ സെദക്കിയായും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു. ഇതാ, അവരെ ഞാൻ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും.
നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവൻ അവരെ വധിക്കും. അവരുടെ അന്ത്യത്തെ ആസ്പദമാക്കി ബാബിലോണിലുള്ള യൂദാപ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും: സെദെക്കിയായെയും ആഹാബിനെയും ബാബിലോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോടും ചെയ്യട്ടെ. അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ഞാൻ കൽപ്പിക്കാതെ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്. ഞാൻ അതറിയുന്നു, ഞാൻ തന്നെ അതിന് സാക്ഷിയാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു. നെഹലാമ്യനായ ഷെമായായോട് നീ പറയണം: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ ജെറുസലമിലുള്ള ജനത്തിനും പുരോഹിതനായ മാസേയായുടെ പുത്രൻ സെഫാനിയായ്ക്കും എല്ലാ പുരോഹിതന്മാർക്കും, നീ ജെറുസലമിലുള്ള ജനത്തിനും പുരോഹിതനായ മാസേയായുടെ പുത്രൻ സെഫാനിയായ്ക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു. കർത്താവ് യഹോയാദായ്ക്ക് പകരം നിന്നെ പുരോഹിതനാക്കിയത് നീ ദേവാലയത്തിൽ അധികാരിയായിരിക്കുന്നതിനും പ്രവാചക വേഷം കെട്ടുന്ന ഭ്രാന്തന്മാരെ വിലങ്ങ് വെച്ച് തടവിലാക്കുന്നതിനും വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങളുടെ മുൻപിൽ പ്രവാചകനെന്ന് നടിക്കുന്ന അനാത്തോത്തുകാരനായ ജെറമിയായെ ശാസിക്കാത്തതെന്ത്? അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളയച്ച് ഈ പ്രവാസം ദീർഘിക്കും, വീട് പണിത് വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലമനുഭവിക്കുവിൻ എന്ന് പറഞ്ഞത്. പുരോഹിതനായ സെഫാനിയ ജെറമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു. അപ്പോൾ ജെറമിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ ആളയച്ച് എല്ലാ പ്രവാസികളോടും പറയുക, നെഹലാമ്യനായ ഷെമായയെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നെഹലാമ്യനായ ഷെമായയെയും അവൻ്റെ സന്തതികളെയും ശിക്ഷിക്കും. എൻ്റെ ജനത്തിന് ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരിൽ ആരും അവശേഷിക്കുകയില്ല. Chapter 29. This is the contents of the letter which the prophet Jeremiah sent from Jerusalem to the remaining elders among the exiles, to the priests, the prophets, and all the people who were exiled by Nebuchadnezzar from Jerusalem to Babylon. This was after King Jeconiah and the queen mother, the courtiers, the princes of Judah and Jerusalem, the artisans and the skilled workmen had left Jerusalem. Delivered in Babylon by Elasah, son of Shaphan, and by Gemariah, son of Hilkiah, whom Zedekiah, king of Judah, sent to the king of Babylon, the letter read, Thus says the Lord of hosts, the God of Israel, to all the exiles whom I exiled from Jerusalem to Babylon. Build houses to dwell in, plant gardens and eat their fruits, take wives and beget sons and daughters. Find wives for your sons and give your daughters husbands, so that they may bear sons and daughters. There you must increase in number, not decrease. Promote the welfare of the city to which I have exiled you. Pray for it to the Lord, for upon its welfare depends your own. Thus says the Lord, Only after 70 years have elapsed for Babylon will I visit you and fulfill for you my promise to bring you back to this place. For I know well the plans I have in mind for you, says the Lord, plans for your welfare, not for woe, plans to give you a future full of hope. When you call me, when you go to pray to me, I will listen to you. When you look for me, you will find me. Yes, when you seek me with all your heart, you will find me with you, says the Lord, and I will change your lot. I will gather you together from all the nations and all the places to which I have banished you, says the Lord, and bring you back to the place from which I have exiled you. Thus says the Lord concerning the king who sits on David's throne, and all the people who remain in this city, your brethren who did not go with you into exile, thus says the Lord of hosts, I am sending against them sword, famine, and pestilence. I will make them like rotten figs, too bad to be eaten.
I will pursue them with sword, famine, and pestilence, and make them an object of horror to all the kingdoms of the earth, of malediction, astonishment, ridicule, and reproach to all the nations among which I will banish them. For they did not listen to my words, says the Lord, though I kept sending them my servants the prophets, only to have them go unheeded, says the Lord. You now listen to the word of the Lord, all you exiles, whom I sent away from Jerusalem to Babylon. As for your saying, the Lord has raised up for us prophets here in Babylon, thus says the Lord of hosts, the God of Israel, do not let yourselves be deceived by the prophets and diviners who are among you. Do not listen to those among you who dream dreams, for they prophesy lies to you in my name. I did not send them, says the Lord. This is what the Lord of hosts, the God of Israel, has to say about those who prophesy lies to you in my name, Ahab son of Kolaiah and Zedekiah son of Maaseiah. I am handing them over to Nebuchadnezzar king of Babylon, who will slay them before your eyes. All the exiles of Judah in Babylon will pattern a curse after them. May the Lord make you like Zedekiah and Ahab, whom the king of Babylon roasted in the flames. For they are criminals in Israel, committing adultery with their neighbors' wives, and alleging in my name things I did not command. I know, I am witness, says the Lord. Say this to Shemaiah the Nehelamite. Thus says the Lord of hosts, the God of Israel, because you sent letters on your own authority to all the people of Jerusalem, to all the priests, and to Zephaniah the priest, son of Maaseiah, with this message, the Lord has appointed you priest in place of the priest Jehoiada, so that there may be police officers in the house of the Lord, to take action against all madmen and those who pose as prophets, by putting them into the stocks or the pillory. Why then do you not rebuke Jeremiah of Anathoth, who poses as a prophet among you? For he sent us in Babylon this message, it will be a long time. Build houses to live in, plant gardens, and eat their fruits. When the priest Zephaniah read this letter to the prophet, the word of the Lord came to Jeremiah, Send the message to all the exiles. Thus says the Lord concerning Shemaiah the Nehelamite, because Shemaiah prophesies to you without a mission from me and raises false confidence, says the Lord, I will therefore punish Shemaiah the Nehelamite and his offspring. None of them shall survive among this people to see the good I will do to this people, says the Lord, because he preached rebellion against the Lord.